നമസ്തേ, ആപ് സभी को हमारे ചാനൽ पर हार्दिक स्वागत है. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യകാലിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, संदेश रासक किस विधा की रचना है? संदेश रासक किस विधा की रचना है? ഉത്തരം ഖണ്ഡകാവ്യ है. किसकी रचना है എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം അബ്ദുറഹ്മാൻ की रचना है संदेश रासक. ഖണ്ഡകാവ്യമാണ്, അതിൻ്റെ കൂടെ തന്നെ വിരഹകാവ്യം കൂടിയാണ് കേട്ടോ. 3 പ്രകരണമാണ് സന്ദേശരാസകന് ഉള്ളത് എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സിദ്ധോं की भाषा कौन सी है? सिद्धों की भाषा कौन सी है? सिद्धों की भाषा कौन सी है? उत्तर सांधी भाषा. सिद्धों की जो भाषा है उसे सांधी भाषा से जाना जाता है കേട്ടോ. സിദ്ധോं की ഭാഷയാണ് സാന്ധ്യ ഭാഷ. സാന്ധ്യ ഭാഷ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ മുനിദത്ത് और അദ്വൈ വജ്ര ഇവർ രണ്ടുപേരാണ് സിദ്ധോं की ഭാഷയെ സാന്ധ്യ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൃഥ്വിരാജ് रासों में कितने समय या खंड है? पृथ्वीराज रासों में कितने समय या खंड है? ഉത്തരം 69 ആണ് കേട്ടോ. ഉന്നതർ സമയ ഹെ. അപ്പോൾ 69 സമയമാണ് പൃഥ്വിരാജ് രാസോയിലുള്ളത്. 4 പ്രകരണമാണ് ഉള്ളത് കേട്ടോ. അത് നമ്മൾ പഠിച്ചു വെക്കണം. പൃഥ്വിരാജ് രാസോ എഴുതിയത് ചന്ദബർദായി ആണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 69 സമയം, 4 പ്രകरण, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, മേഘദൂത് और संदेश रासक की संदेश किस ग्रंथ में मिलती है? മേഘദൂത് और संदेश रासक की संदेश किस ग्रंथ में मिलती है? ഉത്തരം ബിസൽദേവ് രാസോ ആണ് കേട്ടോ. ബിസൽദേവ് രാസോ എഴുതിയിട്ടുള്ളത് നരപതി 4 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാപതി ने कीर्तिलता की रचना किस संवाद के रूप में की है? ഉത്തരം ഭൃംഗ് ഭൃംഗി സംവാദ്. ഭൃംഗ് ഭൃംഗി സംവാദ രൂപത്തിലാണ് വിദ്യാപതി കീർത്തിലതയുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാപതിയുടെ രചനകൾ ഏതൊക്കെയാണ്? കീർത്തിലത, കീർത്തിപതാക അല്ലേ, അതൊക്കെ നമ്മൾ ഓർക്കണം. പദാവലിയൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചാരൺ സാഹിത്യ കിസ് സാഹിത്യ കാ ദൂസരാ നാം ഹേ? ചാരൺ സാഹിത്യ കിസ് സാഹിത്യ കാ ദൂസരാ നാം ഹേ? ഉത്തരം रासो साहित्य का दूसरा नाम है चारण साहित्य. അടുത്ത ക്വസ്റ്റ്യൻ, ദേസിൽ വ അന സബ് ജൻ മിഠ തേ തേസൻ ജപവും അവഹട്ട കിസ്കി പങ്ക്തിയം ഹെ? വരികളാണ്, വരികൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉത്തരം വിദ്യാപതി. അവഹട്ട എന്ന് നമുക്ക് കണ്ടോട് വിദ്യാപതിയെ നമുക്ക് പറയാൻ സാധിക്കും. വിദ്യാപതിയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കിസ് വിദ്വാനെ പുഷ്യ को हिंदी का प्रथम कवि माना है? ആരാണ് പുഷ്യയെ ഹിന്ദി का प्रथम कवि? ഉത്തരം ക്രിയസൻ और ശിവസിംഗ് സേങ്കറാണ്. ഇവർ രണ്ടുപേരുമാണ് പുഷ്യ. പുഷ്പദന്തിനെയാണ് നമ്മൾ പുഷ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പുഷ്പദന്തിനെ ഹിന്ദിയുടെ പ്രഥമ കവിയായിട്ട് പറഞ്ഞത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രിയസനും ശിവസിംഗ് സേങ്കറുമാണ് കേട്ടോ. उत्तर. അടുത്ത ക്വസ്റ്റ്യൻ, डॉक्टर रामकुमार वर्मा के अनुसार आदिकाल में हिंदी का प्रथम कवि कौन है? ഈ പ്രഥമ കവി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് എങ്ങനെയും വരാം. നമുക്ക് കൺഫ്യൂഷൻ തോന്നിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആദികാൽ में हिंदी का प्रथम कवि कौन है എന്നാ ചോദിച്ചാൽ डॉक्टर रामकुमार वर्मा के अनुसार आदिकाल में हिंदी का प्रथम कवि कौन है? ഉത്തരം സ്വയംഭൂ. രാം സ്വയം എന്ന് കോഡിലൂടെ ഓർത്ത് പഠിക്കുക കേട്ടോ. രാം സ്വയം, രാംകുമാർ വർമ്മ സ്വയംഭൂനെയാണ് പ്രഥമ കവിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപഭ്രംശിക വാൽമീകി കിസെ കഹാ ജാതാ ഹെ? ഉത്തരം സ്വയംഭൂ ആണ്. അതെല്ലാവർക്കും അറിയുന്നതാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപഭ്രംശിക വാൽമീകി കിസെ കഹാ ജാതാ ഹെ? സ്വയംഭൂ കോ കഹാ ജാതാ ഹെ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചു വെക്കുക. എല്ലാവർക്കും ഇപ്രാവശ്യം JLT ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ധന്യവാദം.